അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിരുദല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ രീതിയിൽ സന്തോഷിക്കാം. അങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇരുലോകത്തും വിജയിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അഥവാ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമുക്ക് വീണ്ടും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ 1-2 ദിവസം ചെയ്ത് നിർത്തേണ്ട കാര്യമല്ല. ഇത് നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കിയാൽ മാത്രമേ ഇതിന് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ആവശ്യമായ ഒന്നാമത്തെ കാര്യം നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ചെല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അതായത് നമ്മൾ എന്ത് തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ ജോലി ചെയ്യുക. എന്നാൽ നമുക്ക് സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ കൂലിയും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ നല്ല ബറക്കത്തും ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നിർബന്ധമായും സ്വലാത്തിനെ ജീവിതത്തിൽ അധികരിപ്പിക്കുക. എന്നാൽ നമുക്ക് 100% ഉറപ്പാണ്, ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കും. ഇത് ഞാൻ ഇത്രയും 100% ഉറപ്പ് പറയാൻ കാരണം ഇത് നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമായിട്ട് ആ സ്വലാത്ത് നിങ്ങൾക്ക് കൂടെയുണ്ടാകും എന്ന്. അതായത് സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആൾക്ക് ദുനിയാവിലെ ഒരു കാര്യങ്ങൾ കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അവരെ എല്ലാ രോഗങ്ങളിൽ നിന്നും, അവരെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, അവരെ എല്ലാ ശൈത്താനിക ശല്യങ്ങളിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാക്കുന്നതാണ്. മാത്രമല്ല സ്വലാത്തിനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല മനസ്സമാധാനം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു സമയത്തും മനസ്സമാധാനം കിട്ടാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല മനസ്സമാധാനം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തരും. മനസ്സമാധാനമാണ് നമുക്ക് ജീവിതത്തിൽ ആദ്യം വേണ്ടത്. അല്ലാതെ മനസ്സമാധാനമില്ലാതെ ഒരുപാട് വലിയ സമ്പത്തുണ്ടായിട്ടോ ഒരുപാട് ആഡംബര വാഹനങ്ങളുണ്ടായിട്ടോ മറ്റു പല സൗകര്യങ്ങളുണ്ടായിട്ടോ ഒരു കാര്യവുമില്ല. അത് ഇനി എത്ര വലിയ പാവപ്പെട്ടവനാണെങ്കിലും അവനക്ക് ജീവിതത്തിൽ മനസ്സമാധാനമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് വേറൊരു സുഖം തന്നെ ഉള്ള ജീവിതമായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ സ്വലാത്തിനെ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ
മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ ഒരു ദിവസം 500 പ്രാവശ്യം സ്വലാത്ത് പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന്. അതായത് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുകയില്ല എന്ന്. മാത്രമല്ല, ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ദിവസവും 1000 പ്രാവശ്യം പതിവാക്കിയാൽ അവൻ സ്വർഗത്തിലാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദിവസവും ഒരു 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാൻ അധിക സമയമൊന്നും നമുക്ക് വേണ്ടി വരില്ല. അതുപോലെ തന്നെ എത്ര വലിയ മോശം ആളാണെങ്കിലും അവൻ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ നല്ല ഒരു മനുഷ്യനാക്കുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ചരിത്രങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മുടെ വിജയത്തിനാവശ്യമായ നമ്മുടെ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം, അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്ത ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കലാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുന്നത്. എന്നാൽ സ്വലാത്തിനെയും ഇസ്തിഗ്ഫാറിനെയും അധികരിപ്പിക്കുന്ന ഒരാൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതായത് സ്വലാത്തും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുന്ന ആളെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും അവനിക്ക് വിജയം മാത്രമേ കൊടുക്കുകയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല വാക്കുകൾ പാലിക്കുന്നവനാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുലോകത്തും വിജയത്തിലേക്ക് കുതിക്കുന്നവരാണ്. ഇനി അഥവാ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ പതിവാക്കാൻ തുടങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കുവാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ നിന്നും എടുത്തു കളയുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതുമാണ്. അപ്പോൾ നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ഇത് പതിവാക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും മറക്കാതെ ജീവിതത്തിൽ ഇത് പതിവാക്കുക. അല്ലാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.